ഇപ്പോൾ ഓക്കെ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിന് ഇന്ത്യ അത്രയ്ക്കും വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മത്സരത്തിന്റെ റിസൾട്ട് അവർക്ക് മുൻപേ തന്നെ അറിയാം. പാകിസ്ഥാൻ ഇന്ത്യയുടെ അടുത്ത് തോറ്റത് വലിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കളിക്കാരൻ ഫോമിലല്ല എന്ന് കാണുന്നുണ്ട്. എങ്ങനെയാണ് ഈ കളിക്കാരൻ 50 മത്സരങ്ങൾ ഫോമില്ലാതെയും കളിക്കാനായിട്ടുള്ള അവസരം കിട്ടുന്നത്? ഈ ഒരു ടീമിന്റെ പെർഫോമൻസ് വെച്ചിട്ട് ചാമ്പ്യൻസ് ലീഗിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ്. ഇതൊക്കെ മീഡിയ പറഞ്ഞ വാക്കുകളല്ല, പാകിസ്ഥാന്റെ പഴയ കാലത്തെ ലെജൻഡ് പ്ലെയേഴ്സ് പറഞ്ഞിട്ടുള്ള അവർ മനം മടുത്ത് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോൾ ആ രണ്ട് രാജ്യങ്ങളിലുള്ള ആളുകളുടെ ക്രിക്കറ്റ് പ്രേമികളുടെ ഒരു വികാരമാണ് ആ ഒരു മാച്ച് എന്ന് പറയാം. കഴിഞ്ഞ 7 വർഷമായിട്ട് 6 പ്രാവശ്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയില്ലെങ്കിൽ ഈ 6 പ്രാവശ്യം പാകിസ്ഥാൻ തോൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇത് കണ്ട് കണ്ട് മനം മടുത്ത ആ ഒരു പ്ലെയേഴ്സും അവിടുത്തെ ആരാധകരും വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് ഈ ഒരു തോൽവിയിൽ. അവിടെ ഏറ്റവും നല്ലൊരു ഫാസ്റ്റ് ബൗളറായ ഷൊഹൈബ് അക്തർ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടീമിന് തലച്ചോറില്ല. അവരെ ആ ഒരു ടീമിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഗില്ല്, ശുഭ്മൻ ഗില്ലിനെ പോലത്തെ ഒരു നല്ലൊരു പ്ലെയേഴ്സില്ല. സെലക്ടേഴ്സ് തന്നെ ആരെ സെലക്ട് ചെയ്യണം, ആരെയാണ് കളിപ്പിക്കേണ്ടത് എന്നുള്ളൊരു ബോധം ഇല്ലാത്തൊരു ടീം സെലക്ടേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം ആ ഒരു ക്യാപ്റ്റൻ്റെ അണ്ടറിൽ ആ ക്യാപ്റ്റൻ്റെ ആഗ്രഹപ്രകാരം മാത്രം നടക്കുന്ന ആളുകളാണ് എന്നുള്ളൊരു കാര്യമാണ് ഷൊഹൈബ് അക്തർ പറഞ്ഞിട്ടുള്ളത്. ബസീദ് അലി എന്ന് പറയുന്ന ഒരു ഫോർമർ പ്ലെയർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഇന്ത്യ ജയിക്കും എന്നുള്ളൊരു കാര്യം അറിയാം. പഴയ കാലത്തെ പോലെ ഞങ്ങൾ എന്തായാലും ടി വി ഒന്നും ഉടയ്ക്കാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ആ ഒരു സാമ്പത്തികപരമായിട്ട് തന്നെ ഞങ്ങൾ വളരെയധികം ഞെരുക്കത്തിലാണ്. സോ ഞങ്ങൾ എങ്ങനെ പോലും ടി വി ഒന്നും അടയ്ക്കാൻ പോകുന്നില്ല. അതുപോലെ 80% പാകിസ്ഥാൻകാരും ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ജയിക്കണം എന്നുള്ളൊരു കാര്യമാണ് പാകിസ്ഥാൻ ആരാധകർ പോലും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വസീം അക്രം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് മെയിനായിട്ട് നല്ലൊരു ധൈര്യമുള്ള പ്ലെയേഴ്സ് വേണം. ഒരു ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ തന്നെ കാൽമുട്ട് വിറയ്ക്കുന്ന പ്ലെയേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് ആ ഒരു തലച്ചോറില്ലാത്ത സെലക്ഷൻ കമ്മിറ്റിയാണ്. സോ ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞതാണ് ഈ ഒരു ടീമിനെ വെച്ചിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ, ചാമ്പ്യൻസ് ട്രോഫിയിലൊന്നും ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത്. എന്തുകൊണ്ട് ഈ ഒരു ടീമിനെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തു എന്നുള്ളൊരു ചോദ്യവും വസീം അക്രം വെക്കുന്നുണ്ട്. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ പാകിസ്ഥാൻ ബൗളേഴ്സ് എടുത്തത് വെറും 24 വിക്കറ്റുകൾ മാത്രമാണ്. സോ പാകിസ്ഥാൻ മെയിനായിട്ട് പാകിസ്ഥാൻ്റെ പഴയ കാലത്തെ ഒരു ടീം എന്ന് പറയുന്നത് ആ ബൗളിങ്ങിൻ്റെ ബേസിലാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ഓസ്ട്രേലിയ എടുത്താലും ഇന്ത്യയുടെ അടുത്താലും ഇംഗ്ലണ്ടിൻ്റെ അടുത്താലും ആ ബൗളിംഗ് വെച്ചിട്ടാണ് അവർ ജയിച്ചുകൊണ്ടിരുന്നത്. സോ ഇപ്പോഴത്തെ ബൗളിംഗ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഷഹീൻ അഫ്രീദി എന്ന് പറയുന്നത് എപ്പോൾ ആള് ജോയിൻ ചെയ്ത ആ ഒരു സമയത്ത് ആ ഒരു സ്കില്ലിൽ തന്നെ അതിനും താഴെയുള്ള സ്കില്ലുകളാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ആ ബോളിൻ്റെ ഫാസ്റ്റൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലാത്തൊരു പ്ലെയറാണ് ഈ ഷഹീൻ അഫ്രീദി. ആ വ്യക്തിയാണ് ബൗളിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ടോ. പാകിസ്ഥാൻ്റെ പഴയകാലത്ത് ഒരു ക്യാപ്റ്റനായിട്ടുള്ള മുഹമ്മദ് ഹഫീസ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒപ്പം നമ്മുടെ ബംഗ്ലാദേശ് ഉണ്ടല്ലോ, അവർ കളിക്കുന്ന ആ ഒരു ടഫ് പോലും പാകിസ്ഥാൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. നല്ലൊരു ബാറ്റ്സ്മാനില്ല, നല്ലൊരു ബൗളറില്ല, നല്ലൊരു പ്ലാനിങ് ഇല്ലാത്തൊരു ടീമാണ്. ഈ ഒരു ടീമിനെ വെച്ചിട്ട് യാതൊരു തരത്തിലുള്ള മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഫോർമർ ഒരു ക്രിക്കറ്ററായിട്ടുള്ള പാകിസ്ഥാൻ പ്ലെയർ ആയിട്ടുള്ള രമേശ് രാജ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും ഏറ്റുമുട്ടുകയാണെങ്കിൽ എങ്ങനെ പോലും എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇന്ത്യ ജയിക്കും എന്നുള്ളൊരു കാര്യമാണ്. അതായത് പാകിസ്ഥാൻ ആരാധകർ കൂടി അങ്ങനെയാണ് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. സോ ഇന്ത്യൻ പ്ലെയേഴ്സ് ഒരു പാകിസ്ഥാൻ മാച്ചിന് വരുമ്പോൾ അത്രയ്ക്കും വലിയൊരു പ്രാധാന്യം ഒരു മാച്ചിന് കൊടുക്കുന്നില്ല. കാരണം എങ്ങനെ പോലും അവരെ തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ എങ്ങനെ പോലും ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയാണ്. നമ്മുടെ ഇൻസമാമുൽ ഹക്ക് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബർ അസൂം അതുപോലെ ഷഹീൻ അഫ്രീദി ഇവർ എങ്ങനെ പോലും ഫോമിലില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് എങ്ങനെ പോലും കണ്ണിൽ കാണാൻ സാധിക്കുന്നത്. എന്നിട്ടും എങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു ടീമിൽ സെലക്ഷൻ കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ ഇൻസമാമുൽ ഹക്ക് മുന്നോട്ട് വെച്ചത്. സ്വന്തം രാജ്യത്തിൻ്റെ ടീമിന് തന്നെയാണ് ഫോർമർ പ്ലെയേഴ്സ് ഇത്രയ്ക്കും കടന്ന് വിമർശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്രയ്ക്കും മനം മടുത്തു എന്നുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവർക്ക് ജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ഫ്രസ്ട്രേഷനുണ്ട്. 2017 നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യൻ ടീം ആ ഒരു ഇതിലൂടെ കടന്നു പോയതാണ്. അതിനുശേഷമാണ് നമ്മൾ വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അതേപോലെ നമ്മുടെ അക്തർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിരാട് കോഹ്ലി ഫോം ഔട്ട് ആണെങ്കിൽ വിരാട് കോഹ്ലിയുടെ അടുത്ത് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് പറയുകയാണ് നാളെ പാകിസ്ഥാൻ്റെ ഒപ്പമാണ് മാച്ച് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഫോം ഔട്ടൊക്കെ കളഞ്ഞിട്ട് ആൾ ആ ഒരു എക്സ്ട്രാ ലെവൽ ഫോമിലേക്ക് വരും എന്നുള്ള കാര്യമാണ്. അതായത് വിരാട് കോഹ്ലി കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന നല്ലൊരു ഇത് തന്നെയാണ് നല്ലൊരു ടഫ് തന്നെയാണ് വിരാട് കോഹ്ലി കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ 2025 ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിലും കണ്ടത്. വിരാട് കോഹ്ലി അവസാനം, അതായത് വിരാട് കോഹ്ലി എന്ന് പറയുന്നത് ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ മാന്തി വിടുന്ന ടൈപ്പ് ആളാണ് വിരാട് കോഹ്ലി. അത് നമ്മൾ ആ ഒരു കളിയിൽ കണ്ടു. നമ്മുടെ ശുഭൻ ഗില്ലിനെ ഔട്ടാക്കിയിട്ട് ആ ഒരു സ്പിന്നർ കൈകെട്ടി നിന്നിട്ട് ഉള്ളൊരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് അവൻ വിചാരിച്ചില്ല നോൺ സ്ട്രൈക്ക് എൻഡിൽ നിൽക്കുന്നത് നമ്മുടെ ചലഞ്ച് ഹീറോ എന്നുള്ളൊരു കാര്യം അവൻ ഓർത്തില്ല. അതിനുശേഷമുള്ള ഓവറുകൾ അവന് ശരിക്കും കിട്ടും ചെയ്തു. അവസാനം വിരാട് കോഹ്ലി ക്യാപ്റ്റൻ്റെ അടുത്ത് കാണിച്ച ഒരു സൈൻ ഉണ്ട്, ഞാനുള്ളപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ളൊരു കാര്യം. സോ ഒരു സൂപ്പർ എക്സ്ട്രാ ഓർഡിനറി റിമെമ്പറൻസ് തന്നെയായിരുന്നു നമുക്ക് 2025 പാകിസ്ഥാൻ്റെ ഒപ്പമുള്ള ആ ഒരു മാച്ച്. താങ്ക്സ് ടു വിരാട് കോഹ്ലി. അതേപോലെ തന്നെ നല്ലൊരു ടീം നമുക്ക് ഇപ്പോൾ ഉണ്ട്. നല്ലൊരു ബാറ്റിംഗ് ലെവലായാലും ഓൾറൗണ്ടർ ലെവലായിട്ടുള്ള ഒരു ടീം നമുക്കുണ്ട്. സോ കാണാം 2026 വേൾഡ് കപ്പ് എന്താണ് സംഭവിക്കുക എന്നുള്ളതും ചാമ്പ്യൻസ് ലീഗ് എന്താ സംഭവിക്കുക എന്നുള്ളതും.